അങ്കണവാടി സ്റ്റാഫ് അസോസിയേഷൻ ലാലം പ്രോജക്ട് കൺവെൻഷൻ പാലാ ടോംസ് ചേംബേഴ്സ് ഹാളിൽ നടന്നു. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ജീവനക്കാർക്ക് നഗരസഭ മുഖേന ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ പരിശോധിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അവിടുത്തെ പിള്ളേര് കുഞ്ഞു പിള്ളേരാണ്, അവർ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന പ്രായമാണ്. പക്ഷെ ഏറ്റവും ക്ഷമയോടും കരുതലോടും കാര്യമായിട്ട് അവരെ നോക്കുന്നത് അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുക, എങ്ങനെ ഇവരുടെ അത്രയും പേഷ്യൻസ് കിട്ടുന്നത് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി താങ്ക് യു. എന്റെ പേഴ്സണലി ഉള്ള എന്റെ ഒത്തിരി താങ്ക് യു. പാലാ നഗരസഭയിൽ പറഞ്ഞ പോലെ കുറച്ച് വാർഡുകൾ ഇനിയും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരമറ്റത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നായിരുന്നു. അപ്പൊ അതിന്റെ പുറകിൽ അവിടെ ഒരു അംഗൻവാടി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കുറെ കഷ്ടമുണ്ട്. അതെല്ലാം പയ്യെ പഠിച്ചു വരുന്നു. കുറെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ചെറുതായിട്ട് നിങ്ങളോട് തുറന്ന് സംസാരിക്കുവാണ്. ചെറുതായിട്ട് നമുക്ക് ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ ഹോപ്പിംഗ് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ നമുക്ക് നഗരസഭയ്ക്ക് കുറച്ച് പൈസ കിട്ടാനും ഉണ്ട്. പിന്നെ രമേശ് ഇവിടെ അതിന്റെ ടെക്നിക്കാലിറ്റീസ് പറഞ്ഞു, ലോ പറഞ്ഞു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. രമേശ് പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും വളരെ വാലിഡ് ആണ്. അത് എപ്പോഴും അത് അനാവശ്യമായ ഒരു കാര്യങ്ങളും നിങ്ങളാരും ചോദിക്കാറില്ല എന്ന് ഏറ്റവും ബോധ്യമുണ്ട് എനിക്ക്. എപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിക്കണം. അത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള ഖാദി ബോർഡ് മെമ്പറുമായ KS രമേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ഷാലി തോമസ്, ബി രേണുക, ആലി അഗസ്റ്റിൻ, ആൻസി ജോസഫ്, ഷിനി തോമസ്, PR സുമാദേവി, ശ്രീദേവി മധു, P. ടൂബി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാർ അംഗനവാടി ജീവനക്കാർക്കും ഹെൽപ്പർക്കും യഥാക്രമം പ്രതിമാസം നൽകുന്ന വേതനം 4500 രൂപയും 2250 രൂപയും ഇരട്ടിയാക്കണമെന്നും അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു.